ഇന്ന് നമ്മൾ പുലർച്ചെ ഒരു 4 മണിയായപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കാരണം നമ്മൾ എറണാകുളത്തേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് വെയിൽ മുഖത്തേക്ക് അടിച്ചപ്പോൾ മാഞ്ഞാളക്കളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ മാഞ്ഞാളക്കളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ എയർപോർട്ട് കണ്ടിരുന്നത്. എയർപോർട്ട് കണ്ടി ഫ്ലൈറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് ഞാൻ എന്നായിക്കോ ക്യാബിൻ ക്രൂ ആയിട്ട് ഇവിടെ കയറാന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഏവിയേഷൻ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ ഉണ്ടാവുക. അതൊക്കെ കഴിയെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലിട്ട് ഇറങ്ങി ആലുവ. പിന്നെ നേരെ കണ്ടൊരു ബസ്സിലും കയറി അളിയൻ്റെ അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ കല്യാണത്തിന് പോവാണ്. നമ്മളിവിടെ മെയിനായിട്ട് വന്ന തന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടിയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആയുഷ്മാൻ എടുത്തിട്ട് കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഇൻട്രോവേർട്ട് ആയിട്ട് ഓണാവും. എന്താ ചെയ്യുക, എല്ലാവരും കല്യാണപ്പുറേ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, പിന്നെ ഞാനിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ബ്രൈഡിൻ്റെ എൻട്രിക്ക് താത്ത എന്നെയും കൂടെ കൂട്ടി. എൻ്റെ മോന്താണെങ്കിൽ കണ്ടാലേ തിരിയും, എനിക്ക് നല്ല മടിയായിട്ടുണ്ട് എന്ന്. കാരണം ആൾക്കാരെ കാണുമ്പോൾ ഇനി ഇൻട്രോവേർട്ട് സൈഡായിട്ട് ഓണാവും. എന്താ കാട്ടുകയെന്നാ. ഇതൊക്കെ കഴിയാൻ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയിരുന്നത്. പക്ഷേ ഫുഡ് കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനായിട്ട് മറന്നും പോയി. അത് തന്നെ നമ്മൾ ആയിഷിനെ കുറച്ച് മക്കാറാക്കലായിരുന്നു അടുത്ത പരിപാടി. അത് നമ്മൾ നേരെ വണ്ടി കയറി അളിയൻ്റെ അവിടെ പോയിരുന്നു. കാരണം നല്ല ക്ഷീണമുണ്ട്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വരാമെന്ന് ഇങ്ങോട്ട് വിചാരിച്ച്. എൻ്റെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഉറങ്ങി കിടക്കണം ആയിഷാനെ ഇട്ട് വർപ്പിക്കലായിരുന്നു എൻ്റെ അടുത്ത പരിപാടി. അതേ നമ്മൾ മാറ്റി പിന്നെ റിസപ്ഷന് വേണ്ടി റെഡി ആയിട്ട് ഇങ്ങോട്ട് തന്നെ വന്ന് പെണ്ണിനും ചെക്കനും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡിനിവിടെ നല്ല തിരക്കാണ്. ഇത്രയും തിരക്കുണ്ടായിരുന്നു ഇവിടെ ഫുഡ് കഴിക്കുന്നിടത്ത്. കുറേ നേരം നമ്മൾ കാത്തുനിന്നതിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത് ഫുഡ് കഴിക്കാൻ വേണ്ടി. കിട്ടിയ ഫുഡ് നമ്മൾ മാക്സിമം ആസ്വദിച്ചായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ നോക്കുമ്പോൾ അവിടെ നല്ല ആൾക്കൂട്ടം. പോയി നോക്കുമ്പോഴാണ് അവിടെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. ആഴ്ച രണ്ടെണ്ണൊക്കെ ഭയങ്കര നല്ല ക്യൂട്ട്നെസ് വിതറുന്നുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അളിയൻ്റെ അവിടേക്കാണ് പോകുന്നത്. നാളെ നമ്മൾ കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് അളിയൻ്റെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് എല്ലാ ഫുഡും നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടായിരുന്നു തോന്നുന്നത്. പിറ്റേന്ന് നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഫുള്ള് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ ട്രെയിനിൽ കയറി കിടന്ന് കോഴിക്കോട് ഇറങ്ങി നേരെ പുറകെ കട്ടുവിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു.